നമസ്കാരം, ഗ്രേപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഹോസ്പിറ്റലുകൾ ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. എന്തായാലും നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റലും ഡിജിറ്റലൈസ് ചെയ്യും. അല്പം അതിലേക്ക് മെനക്കെടാനും സ്വതന്ത്രമായി ചിന്തിക്കാനും കഴിയുന്നവർ ഗ്രേപ്സിലേക്ക് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ വഴി ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്നുണ്ടാവും. പക്ഷേ ഈ ഡിജിറ്റലൈസേഷൻ എങ്ങനെ ചെയ്യണം, ഏത് രീതിയിലാണ് അതിനെ നോക്കിക്കാണേണ്ടത് എന്ന് മനസ്സിലാക്കി ചെയ്താൽ നമ്മുടെ ഹോസ്പിറ്റലിനെ വളരെ മനോഹരമായി ഡിജിറ്റലൈസ് ചെയ്യാൻ കഴിയും. നമ്മുടെ ഈ ഒരു വീഡിയോ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ജെറാൾ നെപ്പോളിയൻ. സാർ പറഞ്ഞതുപോലെ തന്നെ ഗ്രേപ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ എന്നതിനേക്കാൾ എനിക്കിഷ്ടം അതിൻ്റെ ആദ്യത്തെ തൊഴിലാളി എന്ന് പറയാനാണ്. കാരണം ഞാൻ ഒരു സ്വപ്നവുമായിട്ട് ഇറങ്ങി കമ്പനി തുടങ്ങിയത് 8 വർഷത്തിന് ശേഷമാണ്. ഒരു ഒറ്റയ്ക്കിരുന്ന് കോഡ് എഴുതി അങ്ങനെ ഇതിൻ്റെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആദ്യം ഒറ്റയ്ക്ക് ജോലി എടുത്ത ആൾ എന്ന രീതിയിലാണ് ഇന്നും അത് ഇഷ്ടപ്പെടുന്നത്. ഒരു സ്വപ്നം ചെറുതായിട്ട് കണ്ടതാണ്. ആ സ്വപ്നം ഇങ്ങനെയാണ്: ആശുപത്രിക്കകത്ത് കയ്യബദ്ധം കൊണ്ടൊരു മരണം ഇനി ഉണ്ടാകരുത്. സ്വാഭാവികമായി ഒരാൾ മരിക്കുന്നെങ്കിൽ ആ സാഹചര്യത്തെ കുറച്ച് സ്മൂത്താക്കാനാണ് ആ മരണസമയത്ത് ആശുപത്രി സഹായിക്കേണ്ടത്. അല്ലാതെ വരുന്നവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള സ്ഥലമാണ്. ഇതൊരു പ്രശ്ന പരിഹാര കേന്ദ്രമാണ്, പ്രശ്ന നിർമ്മിതി കേന്ദ്രമല്ല. അപ്പോൾ പലപ്പോഴും പ്രശ്നങ്ങൾ നമ്മൾ നിർമ്മിക്കപ്പെടുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ അശ്രദ്ധ കൊണ്ട് ഒക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു മരണം സംഭവിക്കാനുള്ളത് എങ്ങനെ തടയാം, ആ ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു പ്രവർത്തനമൊക്കെ തുടങ്ങിയത്. അതിന്ന് ഒത്തിരി സന്തോഷത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ICD കോഡിങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. എപ്പോഴെങ്കിലും കേട്ടിട്ടോ ചെറുതായിട്ട് ഉപയോഗിച്ചിട്ടോ ഒക്കെ ഉണ്ടാവും. നമ്മൾ സാധാരണ ഫീവർ എന്ന് വിളിക്കുന്ന നമ്മുടെ പനി പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ എല്ലാവർക്കും ഫീവർ തന്നെയാകാം. പക്ഷെ അത് നമ്മളെല്ലാവരും പ്രൊനൗൺസ് ചെയ്യുന്ന ഒരേ കണക്കാണോ? അല്ല, ഓരോ നാട്ടുകാർക്കും ആ പ്രൊനൗൺസിയേഷനിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു പേഷ്യൻ്റ്, ഇന്ന് ധാരാളം മനുഷ്യർ യാത്ര ചെയ്യുന്നതാണ്. ഉഗാണ്ടയിൽ പോയി ജോലിക്ക്. ഉഗാണ്ടയിലുള്ള ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് മരുന്ന് കഴിച്ചിരുന്നു, എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ഡോക്ടറുടെ നമ്പർ തരാം, വാട്സപ്പ് നമ്പറൊക്കെ കൊടുത്ത് വിളിച്ചു. ഈ ഡോക്ടർ പറഞ്ഞു ഇദ്ദേഹത്തിന് ഫീവർ ആയിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് മനസ്സിലായത് വേറെ എന്തോ ആണ്. ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. എന്ന പ്രശ്നം വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ലോകം മുഴുവനും ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നു. അസുഖങ്ങളെ പല പേരിൽ വിളിക്കുന്നതിന് പകരം ഒരു സ്റ്റാൻഡേർഡ് നെയിം പാറ്റേൺ ഉണ്ടാക്കി. പക്ഷെ ആ പാറ്റേണിന് പ്രശ്നമുണ്ട്. ആ പാറ്റേണിനകത്ത് ഇപ്പോൾ ഡെങ്കു ഫീവർ, ക്ലാസിക് ഡെങ്കു എന്നൊക്കെ പറയുമ്പോൾ ഇത് പ്രൊണൗൺസ് ചെയ്യുന്നതിൽ വ്യത്യാസം വന്നാൽ തന്നെ ഓപ്പോസിറ്റ് കേൾക്കുന്ന ആളിന് അത് തെറ്റായ ഒരു മെസ്സേജ് കൊടുക്കാൻ സാധ്യതകളുണ്ട്. ഇപ്പോൾ ഡെങ്കു ഫീവർ, ക്ലാസിക് ഡെങ്കു A90 ഇറ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അതൊന്ന് ഡിജിറ്റലൈസ് ചെയ്തു. ചെറിയൊരു ആൽഫബറ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ, കാരണം പക്ക ഡിജിറ്റ് മാത്രം സബ് ക്ലാസിഫിക്കേഷൻ പ്രയാസമായതുകൊണ്ട് സബ് ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് നമുക്കിവിടെ വരുന്ന അനേകം പേഷ്യൻസിനെ നമ്മൾ ഡിജിറ്റിലേക്ക് മാറ്റി അതിന് യുണീക്ക് ID അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് നമ്പർ എന്ന് വിളിച്ചു. ഇപ്പോൾ ഡിജിറ്റിലേക്ക് മാറ്റുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മളൊരു കാര്യം വളരെ കൃത്യതയോടെ ചെയ്യാനായിട്ട് ഡിജിറ്റലൈസേഷനാണ് നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഡിജിറ്റലൈസേഷൻ എന്ന് മനസ്സിലായല്ലോ. എവരിത്തിങ് സീറോസ് ആൻഡ് വൺസ് എന്ന ഫോർമാറ്റിലേക്ക് മാറ്റി ഉപയോഗിക്കുന്നു. അതാണ് അതിൻ്റെ റിയൽ മീനിങ്. അല്ലാതെ കമ്പ്യൂട്ടറിലേക്ക് മാറുന്നു എന്നല്ല. അത് കമ്പ്യൂട്ടർ അതിനകത്ത് ഒരു ഉപകരണം മാത്രമാണ്. മൊബൈൽ ഫോണുകൾ അതിൽ ഒരു ഉപകരണമാണ്. നമ്മൾ കൊടുക്കുന്ന റിസ്റ്റ് ബാൻഡുകൾ അതിലൊരു ഉപകരണമാണ്. ആൾക്കാർ മൂവ് ചെയ്യുന്നത് സെൻസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പോകുന്ന സെൻസറുകൾ അതിലൊരു ഉപകരണമാണ്. എക്യുപ്മെൻസിലെല്ലാം, നമ്മുടെ എല്ലാ എക്യുപ്മെൻസിലും നമ്മളൊരു സ്റ്റിക്കർ ഒട്ടിക്കാൻ പോകുന്നുണ്ട്. അതിനകത്ത് QR കോഡും RF ഫ്രീക്വൻസി ജനറേറ്ററും കാണും. ആ ഒരു എക്യുപ്മെൻറ്റ് നമ്മുടെ കോമ്പൗണ്ട് വിട്ട് പോയാൽ എപ്പോൾ പോയി, ഏത് ഡോറിൽ കൂടെ പോയി എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം ഒരു ഡിജിറ്റൽ ഇൻഫർമേഷൻ ആയതുകൊണ്ട് ആക്യുറസി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. സോ കമ്പ്യൂട്ടറൈസേഷനിലെ ഡിജിറ്റലൈസേഷൻ, അവിടെ കമ്പ്യൂട്ടർ നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ നല്ലത്. ഇതാണ് അതിൻ്റെ ഒരു കൃത്യമായൊരു പിക്ചർ. ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ ട്രാൻസ്ഫർ ഒരു സോഫ്റ്റ്വെയർ ട്രാൻസ്ഫർ ആയിട്ട് എടുത്താൽ
നമുക്ക് അബദ്ധം പറ്റും. കാരണം നമ്മൾ പഴയ സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ മാർക്ഡാണ്, ട്യൂൺഡാണ്. അതനുസരിച്ച് പുതിയ കാര്യത്തെ നോക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യും. നമുക്ക് എത്ര ഇഷ്ടമല്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ യൂസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് വലത്തോട്ട് ഇത്ര നീക്കിയാൽ ചെയ്യാം, ഇടത്തോട്ട് ഇത്ര നീക്കിയാൽ ചെയ്യാം, അങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ യൂസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറി പുതിയത് എത്ര നല്ലത് വന്നാലും ആദ്യ കാലങ്ങളിൽ അക്സെപ്റ്റ് ചെയ്യുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. ചില കംഫർട്ടുകൾ പോലും നമുക്ക് മനസ്സിലാകാൻ കാലങ്ങളെടുക്കും. അപ്പം ഈ ഒരു ടൈം കടന്നു പോകാനായിട്ട് നിങ്ങളെല്ലാവരും ഇവിടുത്തെ ലീഡേഴ്സാണ്, ഇൻചാർജസ് ആണ്, മെയിൻ ആൾക്കാരാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയാൻ വരുന്നത്. ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നത് അതിന് ഏറ്റവും എളുപ്പ മാർഗം, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം പുതിയൊരെണ്ണമാണെങ്കിൽ നമ്മൾ യാതൊരു കാരണവശാലും അത് നമ്മുടെ സ്വന്തം തീരുമാനമനുസരിച്ച് അതിലെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാതിരിക്കുക. ഒരു എക്സാമ്പിൾ, ഗ്രേപ്സ് IDMR എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിന് 108 മൊഡ്യൂൾസ് അറ്റ് പ്രസൻ്റ് ഉണ്ട്. അതിലെ ഒരു മൊഡ്യൂളിൻ്റെ പേരാണ് അക്കൗണ്ട്സ് പ്ലസ് എന്നത്. ഒരു മൊഡ്യൂളാണത്. ഈ മൊഡ്യൂളിന് ഈക്വലായിട്ട് വേറൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതിൻ്റെ പേര് ടാലി എന്നാണ്. ടാലി നമ്മുടെ ആശുപത്രിയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ടാലി ഉപയോഗിക്കാൻ പോകുന്ന ആൾ ഒരു ദിവസം രാവിലെ ടാലി ഒരിക്കലും കണ്ടിട്ടില്ല, വന്ന് നേരെ കയറിയിരുന്ന് ടാലി ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്ത് ബാലൻസ് ഷീറ്റ് എടുത്ത് മാനേജ്മെൻറ്റിന് കൊണ്ടു കൊടുത്ത് നടക്കുമോ? നടക്കത്തില്ലയോ? നടക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇവർ അക്കൗണ്ട്സ് പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് ഇവർക്ക് ടാലി അറിയാവുന്ന ഒരു ആളുടെ അടുത്തോ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പഠിക്കാൻ വിടും. അത് കഴിഞ്ഞ് ടാലി ഉപയോഗിച്ച് പരിചയമുള്ള ഒരു മനുഷ്യൻ്റെ കൂടെ കുറച്ച് ദിവസം ഇരുത്തും. അതിനുശേഷം മാത്രമേ സ്വതന്ത്രമായി അദ്ദേഹത്തെ ഉപയോഗിക്കാൻ വിടൂ. അപ്പോൾ അതിൻ്റെ 108 ഇരട്ടി വലിപ്പമുള്ള ഒരു സോഫ്റ്റ്വെയർ പലപ്പോഴും ആശുപത്രിയിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യും, ഒരു 10 പേര് ട്രെയിനിങ്ങിന് വരും, 150 പേര് ട്രെയിനിങ് ഇല്ലാതെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തുടങ്ങും. അവരെല്ലാം കണ്ടത് ഈ സോഫ്റ്റ്വെയർ തൂണ് പോലെയാണ്, ഈ സോഫ്റ്റ്വെയർ ചൂല് പോലെയാണ്, ഈ സോഫ്റ്റ്വെയർ മുറം പോലെയാണ്, ഈ സോഫ്റ്റ്വെയർ പൈപ്പ് പോലെയാണ്. പക്ഷെ ഒരിക്കലും ഈ സോഫ്റ്റ്വെയർ ആന പോലെയാണെന്ന് ട്രെയിനിങ് എടുത്തവരല്ലാതെ ആരും കാണുന്നില്ല. സോ എന്നിട്ട് തൂണിൻ്റെ അഭിപ്രായങ്ങൾ പറയും, പൈപ്പിൻ്റെ അഭിപ്രായങ്ങൾ പറയും, ചൂലിൻ്റെ അഭിപ്രായങ്ങൾ പറയും. ഈ അഭിപ്രായങ്ങൾ തങ്ങളിൽ ക്ലാഷ് ആവും. സോ കൃത്യമായും ഇവിടെ മാസ്റ്റർ ട്രെയിനിങ്ങിൽ നടക്കുമ്പോൾ ഏതൊരു ട്രാൻസാക്ഷൻ റിലേറ്റഡ് സോഫ്റ്റ്വെയറും ആക്യുറസി ഇൻ റിപ്പോർട്ട്സ് തരുന്നത് അതിൻ്റെ മാസ്റ്റേഴ്സ് നന്നായാലാണ്. ഡേ ടു ഡേ നമ്മൾ അപ്പോയിൻമെൻറ്റ്സ് കൊടുക്കും, ലാബ് ഇൻവെസ്റ്റിഗേഷൻസിന് ബില്ല് കൊടുക്കും, ഡിസ്ചാർജ് ബില്ല് കൊടുക്കും. ഇതെല്ലാം പിന്നീട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വൈസോ ഡോക്ടർ വൈസോ കോസ്റ്റ് സെൻറ്റർ വൈസോ നമുക്ക് ചെലവും വരവും അറിയേണ്ട ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തിരിക്കുന്ന മാസ്റ്ററിനകത്ത് വ്യക്തമായി ഇതൊന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ ട്രാൻസാക്ഷൻസ് റിപ്പോർട്ടുകളാക്കുമ്പോൾ മാനേജ്മെന്റിന് വേണ്ടുന്ന കൃത്യമായ കാര്യം കിട്ടില്ല. ഡിസിഷൻ മേക്കിംഗ് എല്ലാം തെറ്റായിരിക്കും ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അവസാന താളിലെടുക്കുന്ന ഡിസിഷൻ ശരിയാകണമെങ്കിൽ ഈ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് കൃത്യമായി എൻട്രി ചെയ്യപ്പെടണമെങ്കിൽ അതിന് നമ്മൾ കൊടുക്കുന്ന മാസ്റ്റേഴ്സ് കൃത്യമായിരിക്കണം. ഫോർ എക്സാമ്പിൾ, C&D 150, C&D 250, C&D 500. എന്തോ C&D? ചില ഹോസ്പിറ്റലൊക്കെ C&D കാണും. PR എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ PR ഒക്കെ അത് എന്താണെന്ന് അറിയത്തില്ല, അത് നമുക്ക് നേഴ്സിനോട് ചോദിക്കാമെന്ന് പറയും. മാസ്റ്ററുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സാധാരണ മനുഷ്യരാണ് ഈ പ്രിന്റ് വാങ്ങിക്കൊണ്ട് പോകുന്നത് എന്നുള്ള ബോധത്തിൽ മാസ്റ്റർ പ്രിപ്പയർ ചെയ്താൽ പിന്നീടുള്ള തർക്കങ്ങളും വഴക്കുകളും ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ക്ലീനിങ് ആൻഡ് ഡ്രസ്സിങ് എന്ന് പ്രിന്റ് ചെയ്താൽ നമുക്ക് ഒരുപാട് നഷ്ടമൊന്നും വരാനില്ലല്ലോ. ഇനി ക്ലീനിങ് ആൻഡ് ഡ്രസ്സിങ്ങിന് തന്നെ ഒരാൾക്ക് 150, ഒരാൾക്ക് 500. അതെന്താണ്? അപ്പോൾ അവിടെ ക്ലീനിങ് ആൻഡ് ഡ്രസ്സിങ് ലാർജ് എന്നോ സ്മാൾ എന്നോ മീഡിയം എന്നോ ഒക്കെ സ്പെസിഫൈ ചെയ്താൽ തെറ്റില്ലല്ലോ. അത്തരത്തിൽ മാസ്റ്ററുകൾ
കൃത്യമായും വർക്കൗട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. ഒരു ഡോക്ടർ ഏത് സ്പെഷ്യാലിറ്റിയുടെ അണ്ടറിലാണെന്ന് കൃത്യമായും മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. സോ നമ്മളൊരു കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷനിലേക്ക് പോകുമ്പോൾ ട്രാൻസ്പെറൻസി വളരെ കൂടുക. അത് അവരുടെ ഏത് ബില്ല് ഇവിടുത്തെ കൊണ്ടുപോയ പേപ്പർ ചുരുട്ടിക്കുട്ടി അയ്യത്ത് കളയാം. അവരുടെ മൊബൈൽ എടുത്താൽ ബില്ലുണ്ട്, PDF ഫോർമാറ്റാണ്, ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ വന്ന് കാത്തിരിക്കേണ്ട. അവർക്ക് അവരുടെ മൊബൈലിൽ നിന്ന് എടുത്താൽ ബില്ലിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഒരാൾക്ക് കൊടുക്കാം. ക്ലിയർ? അപ്പം നമുക്കത് വളരെ ട്രാൻസ്പെറൻ്റ് ആകുക. ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ അതിൻ്റെ ആക്യുറസി കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ ആക്യുറസി കറക്റ്റ് ആകണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്തിരി മെനക്കേടുണ്ട്, നിങ്ങൾക്കും ഇത്തിരി മെനക്കേടുണ്ട്. പക്ഷേ ഇത് വൺ ടൈം മെനക്കേടാണ്. കഴിയുന്നത്ര മാസ്റ്റേഴ്സ് ബിൽഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ കോമൺ ഒരു മരുന്ന് പോലും അതിൻ്റെ ഏത് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്, ആ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത്, ആ സിസ്റ്റം കപ്പാസിറ്റി അനുസരിച്ച് പാരസെറ്റമോൾ എന്ന് പറഞ്ഞത് 1 ഗ്രാം 4 തവണ കൊടുത്താൽ വരെ ഒരാൾ ആരോഗ്യമുള്ള സമയത്ത് അക്സെപ്റ്റഡ് ആണെന്നും അയാളുടെ ഹെൽത്ത് കണ്ടീഷൻസ് താഴേക്ക് പോകുന്നതനുസരിച്ച് അതിൻ്റെ ഡോസേജ് കുറയ്ക്കണമെന്നും ബോഡി മാസ് കുറഞ്ഞാൽ അതനുസരിച്ച് ഇതിൻ്റെ വെയിറ്റേജ് കുറയ്ക്കണമെന്നും 4 mg കൂടുതൽ പോയാൽ ലിവർ ബേൺ ആകുമെന്നും അയാളുടെ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിലേക്ക് അയാൾ മാറുമെന്നും നമുക്ക് റെപ്രസെൻറ്റേറ്റീവ് എന്ന് ഡോക്ടർക്ക് പുതിയ മരുന്നുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് പോലെ നമുക്കാരും അങ്ങനെ ഡെയിലി പറഞ്ഞു തരുന്നില്ല. നമ്മൾ അത്രയും സ്റ്റഡീസിൽ പോകണം. ഇനി ഇത് മാസ്റ്ററിലുണ്ടെങ്കിലോ അവിടെയാണ് മെഡിസിൻ വൊക്കാബുലറി മാസ്റ്റർ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത. കാരണം ആ മാസ്റ്ററിൽ നിങ്ങൾ ഡോളോ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഡോളോ 1000 mg, ഡോളോ 650 mg, 500 mg എല്ലാം വരും. ഇനി പാരസെറ്റമോൾ എന്ന് ടൈപ്പ് ചെയ്താൽ കാൽപോൾ 500, ഡോളോ 500 എവറിത്തിങ് അവിടെ ലിസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് വന്ന പ്രോഡക്റ്റ് ചൂസ് ചെയ്യാം. നിങ്ങൾ വ്യത്യസ്തമായ പേരുകളിൽ എൻട്രി ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ലെന്ന് മാത്രമല്ല, ഈ കാൽപോൾ 500 എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് പാരസെറ്റമോൾ ആണെന്നും അത് ഒരു ടാബിനകത്ത് 500 mg ഉണ്ടെന്നും നിങ്ങൾക്ക് ഇത് കൊടുക്കാവുന്ന മാക്സിമം 4 mg ആണെന്നും അതിൽ കൂടുതൽ ഡോസ് എഴുതിയാൽ സംഭവിക്കാൻ പോകുന്നത് ഇന്നതാണെന്നും എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാമെന്നും എല്ലാം അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് ഡോക്ടർക്ക് പ്രിസ്ക്രൈബ് ചെയ്യുമ്പം കാണാം, നേഴ്സിന് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പം കാണാം, ഫാർമസിസ്റ്റിന് ഡിസ്പെൻസ് ചെയ്യുമ്പം കാണാം. കാരണം പേഷ്യൻ്റ് എടുത്തു വെച്ചാൽ പറഞ്ഞു കൊടുക്കാം. അതുപോലെ പേഷ്യൻറ്റിന് വീട്ടിലിരുന്ന് കഴിക്കാൻ നേരം പേഷ്യൻ്റ് ഇത് കാണാം. ഇവിടെയാണ് ഡിജിറ്റലൈസേഷൻ നമുക്കൊരുന്ന വലിയൊരു ഫ്രീഡം. ഡിജിറ്റലൈസേഷനിലേക്ക് വരുമ്പോൾ അസിസ്റ്റൻസ് വേണ്ടുന്നവർ മാത്രമേ റിസപ്ഷനിൽ നിൽക്കൂ. അല്ലാത്തവർക്ക് QR കോഡ് വഴി അങ്ങ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് പിന്നെ കൺഫേം ചെയ്ത് കാശ് മേടിച്ചാൽ മതി. ഇനി തീരെ വയ്യാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു PROയ്ക്ക് മൊബൈലോ ടാബോ കൊണ്ട് അടുത്ത് പോയി സംസാരിച്ചുകൊണ്ട് നിന്ന് രജിസ്റ്റർ ചെയ്ത് ക്യാഷ് മേടിച്ച് പോക്കറ്റിട്ട് അല്ലെങ്കിൽ QR കോഡ് കാണിച്ചു കൊടുത്ത് പേ ചെയ്യാൻ പറഞ്ഞ് പേ ചെയ്യിപ്പിച്ച് മാറാൻ പറ്റും. മീൻസ് ഫാർമസിയിൽ വലിയ തിരക്കാണെങ്കിൽ OPയിൽ നിന്ന് ഇറങ്ങിയ പേഷ്യൻറ്റിന് ആ OPയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത്രയും വലിയ തിരക്ക് വേറെ ഫാർമസി തേടി പോകണ്ട. അവരുടെ മൊബൈൽ എടുത്ത് നോക്കാം, പ്രിസ്ക്രിപ്ഷൻ ഇത്രയൊക്കെയാണ്, ഓട്ടോ ബില്ലിംഗ് പേയ്മെൻറ്റ് ഓക്കെ, ടോക്കൺ കിട്ടി. ഇനി ഡിസ്പെൻസിങ്ങിൽ ആ ടോക്കൺ വിളിക്കുന്നത് മാത്രം നോക്കിയാൽ മതി. ഫാർമസിക്കകത്ത് ആ ബില്ല് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ സാധനങ്ങൾ എടുക്കുന്നവരോട് സ്വസ്ഥമായിട്ട് ഇരിക്കാം. മറ്റേത് ഇവിടെ വന്ന് ബില്ലടിച്ചു, കാശ് കൊടുക്കാൻ നിന്നു, പിന്നെ ഡിസ്പെൻസിങ്ങിന് വന്നു. തിരക്കില്ലാത്ത സമയത്ത് അവർ അത് തന്നെ ചെയ്തോട്ടെ, കുഴപ്പമില്ല. എന്നാൽ ഒരു പേഷ്യൻ്റ് വളരെ തിരക്കുള്ള സമയത്ത് പുറത്തു പോകാതെ ഇവിടുന്ന് തന്നെ കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച മരുന്ന് തന്നെ കൊടുത്തു വിടാനായിട്ട് അവർക്ക് തന്നെ ബില്ല് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഒരു ദിവസം എടുത്ത മുഴുവൻ കമ്പ്യൂട്ടറുകളും നിന്നു പോയാലും ഒരു പേഷ്യൻ്റ് പോലും സഫർ ചെയ്യേണ്ടി വരില്ല. അപ്പോഴേ നിങ്ങളുടെ പോക്കറ്റിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഇരിപ്പില്ലേ, ആ സൂപ്പർ കമ്പ്യൂട്ടറുകളെല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങൾ അതാത് സ്ഥലങ്ങളിലെ ഫങ്ഷൻസ് A to Z മൊബൈലിൽ ചെയ്യാൻ പറ്റും. രജിസ്ട്രേഷൻ മുതൽ ഡിസ്ചാർജ് വരെ മൊബൈലിൽ ചെയ്യാൻ പറ്റും. പർച്ചേസിൻ്റെ ഓർഡർ മുതൽ കൺഫർമേഷൻ വരെ, അക്കൗണ്ട്സിൻ്റെ ഓച്ചർ എൻട്രി മുതൽ ബാലൻസ് ഷീറ്റ് വരെ, പേബിൾസ് ആൻഡ് റിസീവബിൾസ് വരെ, എവരിതിങ്. ബിക്കോസ് ഇറ്റ്സ് എ ഹൈബ്രിഡ് ഡിജിറ്റലൈസേഷൻ സോഫ്റ്റ്വെയർ, നോട്ട് എ കമ്പ്യൂട്ടറൈസേഷൻ വൺ. പേഷ്യൻസിന് നിങ്ങളുടെ ലാബിൻ്റെ സാമ്പിൾ തന്നിട്ട് റിസൾട്ട് പ്രിന്റിന് വെയിറ്റ് ചെയ്യണ്ട. അവർക്ക് വീട്ടിൽ പോവാം. കയറി വെബ്സൈറ്റിലൊന്നും കയറണ്ട. ഇവിടെ റിസൾട്ട് മറ്റേ വെബ്സൈറ്റിൽ കയറി നോക്കണം റിസൾട്ട് ആയോ എന്ന്. ഇത് റിസൾട്ട് ആകുമ്പോൾ അലർട്ട് വരും. അവർക്കപ്പോൾ ക്ലിക്ക് ചെയ്ത് നോക്കി കാണാൻ പറ്റും. ഡോക്ടർ 5 ദിവസത്തേക്ക് 3 നേരം ഒരു മരുന്നും 2 നേരം വേറെ 2 മരുന്നും 1 നേരത്തേക്ക് 1 മരുന്നും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ എടുത്ത് കഴിക്കേണ്ടതെന്ന് ആ പേപ്പർ എടുത്ത് കഷ്ടപ്പെടണ്ട. രാവിലെ കഴിക്കേണ്ട മരുന്ന് രാവിലെ ഡാഷ്ബോർഡിൽ വന്ന് കിടക്കും. ഇത് 3 ഇപ്പം ഞാൻ കഴിക്കേണ്ടത്, ഓക്കെ അതെടുത്ത് കഴിക്കാം. ഉച്ചയാകുമ്പോൾ 1 മരുന്നേ ഉള്ളൂ, അല്ലെ 2 ഉള്ളൂ, അത് ഡാഷ്ബോർഡിൽ കിടക്കും. വൈകിട്ടാകുമ്പോൾ കഴിക്കേണ്ട അടുത്ത്. ഇവരെന്ത് ഫീൽ ചെയ്യുന്നറിയോ? ആശുപത്രിയിൽ നിന്ന് സമയാസമയങ്ങളിൽ എന്നെ ഓർമ്മപ്പെടുത്തുന്നു. ആക്ച്വലി ഇറ്റ്സ് ഡേറ്റ അനലിറ്റിക്സ്.
ഇൻ്റലിജൻസ് വർക്ക് ചെയ്ത് സ്വയം വർക്ക് ചെയ്യുന്നതാണത്. പക്ഷെ അത് അവർക്ക് കൊടുക്കുന്ന ഒരു വ്യക്തതയുണ്ട്. പലപ്പോഴും ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് അവർ മറന്നുപോകും അല്ലേ? മറന്നുപോയ കാര്യം നമ്മളോട് പറയില്ല. അവർ ഈ 2 ദിവസം കഴിച്ചില്ല, അതിന് ബാക്കി കഴിച്ചേക്കാം. നമുക്കറിയാമല്ലോ, അത് പലപ്പോഴും പ്രശ്നമാണ് ഗുണത്തേക്കാൾ. പക്ഷെ ഇത് കൃത്യമായിട്ട് അവരെ അലേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ അലേർട്ട് മാത്രമല്ല, നിങ്ങൾ കഴിച്ചു എന്ന് അവിടെ ടാപ്പ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. കാരണം അതിനകത്ത് നമുക്ക് മെഷർമെൻറ്റ്സ് വേണം. ഏകദേശം ഇത്രയൊക്കെയാണ് ഒരു ഇൻട്രൊഡക്ഷനിൽ എനിക്ക് പറയാൻ പറ്റുന്നത്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. രാവിലെ ഇവിടെ വന്നിരുന്നിട്ട് ഇനി കമ്പ്യൂട്ടർ തുറ. എന്തായിരുന്നു എൻ്റെ യൂസർ നെയിം പാസ്വേഡ്? എൻ്റെ പാസ്വേഡ് എന്തായിരുന്നു? അതൊന്നും വേണ്ട. നിങ്ങൾ ഒരു തവണ പാസ്വേഡൊക്കെ അടിച്ച് കയറി കഴിഞ്ഞാൽ അവിടുത്തെ QR കോഡിൽ നിങ്ങളുടെ മൊബൈലിൽ ഒന്ന് റീഡ് ചെയ്താൽ ലോഗിൻ. എവരുടെ ഈ പാസ്വേഡൊന്നും അടിച്ച് മെനക്കെടണ്ട. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ നേരത്തെ പറഞ്ഞ എംപ്ലോയി ആപ്പില്ലേ, എംപ്ലോയി ആപ്പ് ലോഗിൻ ആണെങ്കിൽ ഇനി നിങ്ങൾ ഇവിടുന്ന് ലോഗ് ഓഫ് ചെയ്യാൻ മറന്നുപോയി പുറത്തിറങ്ങി, നിങ്ങൾ പഞ്ച് ഔട്ട് ചെയ്താൽ തന്നെ ലോഗ് ഓഫ് ആയിക്കോളും. പഞ്ച് ഔട്ട് ചെയ്യാനും മറന്നു, നിങ്ങൾക്ക് ഫോൺ എടുത്ത് വെച്ചിട്ട് ആ കമ്പ്യൂട്ടറിൽ അത് ലോഗ് ഔട്ട് അടിക്കാം. ലോഗ് ഔട്ട് അടിക്കുമ്പോൾ ചോദിക്കും, നിങ്ങൾ ജിയോ ലൊക്കേഷൻ അനുസരിച്ച് പുറത്താണല്ലോ, അവിടുന്ന് പഞ്ച് ഔട്ട് ചെയ്യാൻ മറന്നുപോയതാണെന്ന്. യെസ്. അപ്പോൾ എത്ര മണിക്കായിരുന്നു പഞ്ച് ഔട്ട്? അത് അവിടെ മാർക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ HR പെർമിഷൻ വെയിറ്റ് ചെയ്യും. കാരണം അല്ലെങ്കിൽ എല്ലാവരും വീട്ടിൽ പോയിരുന്നിട്ട് തോന്നിയ സമയം ഞാൻ പഞ്ചിങ് മറന്നുപോയതാന്ന് എൻട്രി ചെയ്യും. അവരുടെ അപ്രൂവലിന് അത് വെയിറ്റ് ചെയ്യും. പക്ഷെ നമുക്കവിടെ ട്രാൻസ്പെറൻ്റ് ആണ്. രാവിലെ ഇറങ്ങി ഇങ്ങോട്ട് വരാൻ നേരം സ്കൂട്ടർ ഒന്ന് സ്കിഡായി വീണ് എനിക്കൊന്ന് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് വരണം. എൻ്റെ കൊളീഗ്സ് ആരൊക്കെയാണ് എന്നുള്ളത് എടുത്ത് നോക്കി. അയ്യോ, ഇന്ന് സുബീന വന്നിട്ടില്ല, മറ്റേ 2 പേരും വന്നിട്ടുണ്ട്, 2 മന്ദവത്തികൾ. അയ്യോ, ഞാൻ പോയില്ലേ ശരിയാവത്തില്ല, ഇച്ചിരി കാല് വേദന വന്നാലും സാരമില്ല, ഞാൻ ഓടിപ്പോവാം. ക്ലിയർ? അങ്ങനെ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഭയങ്കര സപ്പോർട്ടിങ് ആയിരിക്കും. ഞാൻ അറിഞ്ഞില്ല സാറേ, അവൾ ലീവാന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ഒന്നുമില്ല, അതറിയാം അവിടെ. ഓക്കെ, ട്രാൻസ്പെറൻസി. കൊളീഗ്സ് ആരൊക്കെയാണ് ഇന്ന് എൻ്റെ കൂടെ ഡ്യൂട്ടിക്ക് കയറുന്നത്, അവരിന്ന് എത്തിയിട്ടുണ്ടോ, അവർ ബ്രേക്ക് ചോദിച്ചിട്ടുണ്ടോ? സോ നമ്മുടെ ആ എൻവയോൺമെൻറ്റ് ഭയങ്കര സുന്ദരമാകും കേട്ടോ. പേഷ്യൻ്റ് ഫ്രണ്ട്ലി എന്ന് വിളിക്കുന്ന ഏതാ. നമ്മൾ അൾട്ടിമേറ്റ്ലി അവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പേഷ്യൻ്റ് വന്ന് നിൽക്കുമ്പോഴേ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിർത്താം. എന്താ വന്നേ, എന്തിനാ ഇവിടെ വരുന്നത്, എന്തിനാ? സുഖമില്ലാത്തോണ്ടല്ലേ? ഇനി അടുത്ത ചോദ്യം, എന്താ അസുഖം? അത് നോക്കാനല്ലേ ഡോക്ടർ ഇരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇച്ചിരി എക്സ്ട്രീമെൻ്റ് പറയുന്നത് എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളുടെ ഒരുപാട് ചോദ്യങ്ങൾ അവർക്ക് ഇഷ്ടമൊന്നുമല്ല. അത് കാരണം നമ്മൾ ഏറ്റവും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനാണ് സോഫ്റ്റ്വെയറിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ബാക്കി തന്നെ ഫില്ലാകാനാണ്. അപ്പോൾ തന്നെ ഫില്ലാകണമെങ്കിലൊക്കെ ഈ മാസ്റ്ററിന് ആദ്യത്തെ ദിവസം ഞങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് പറയും. മാസ്റ്റർ കൃത്യമായിട്ട്, കാരണം ഒരാൾ വന്നേക്കുന്ന പുതിയ റിസപ്ഷനിസ്റ്റും കൂടെ ആണെന്ന് വിചാരിക്കുക, എനിക്ക് വയറുവേദനയാണ്, ഡോക്ടറെ കാണണം, പെട്ടെന്ന് ടിക്കറ്റ് എടുത്തുക. ഏത് ഡോക്ടറെയാ? അതൊന്നും എനിക്കറിയത്തില്ല, വയറുവേദനയാണ്, ഡോക്ടറെ കാണണം. ഇത്ത ഏത് ഡോക്ടറാണ് വയറുവേദനയ്ക്ക്? ഈ കൊച്ചു മന്ദബുദ്ധി, ഇതിൻ്റെ അടുത്ത് തന്നെ ഞാൻ വന്നല്ലോ. കാരണം അതിന് വയറുവേദനയ്ക്ക് ഏത് ഡോക്ടറെ കാണണമെന്ന് പോലും അറിയത്തില്ല. ഇയാൾ പുതിയ ആളായിരിക്കും. അതിന് വരെ നിങ്ങൾക്ക് ഫീവർ എന്നോ സ്റ്റൊമക്ക് എന്നോ ഡോക്ടറുടെ കോളം ഇല്ലേ, അവിടെ ടൈപ്പ് ചെയ്യാം നമ്മുടെ സോഫ്റ്റ്വെയറിൽ. അപ്പം ഇന്ന് വയറുവേദന നോക്കുന്ന ആരവിടെ ഉണ്ടോ അവരുടെ പേര് കാണിക്കും. ലീവ് ഉള്ളവരെല്ലാം കട്ട് ചെയ്യും, ഇന്ന് അവിടെ ഇരിക്കുന്നവരെ കാണിച്ചു തരും. എളുപ്പമായില്ലേ? പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ആ ഡോക്ടറുടെ സ്പെഷ്യാലിറ്റി ഇതും എല്ലാം കറക്റ്റായിട്ട് മാസ്റ്റർ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. ഓക്കെ, താങ്ക് യു.